അപ്പൊ ഒന്ന് ഉമ്മമാന്റെ വീട് വരെ പോയാലോ? കുറച്ചായി അങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പൊ ഒന്ന് പോവാ വിചാരിച്ചു. ഇവിടെ നിന്നാണ് കുറച്ചുള്ളൂ. അപ്പൊ നമ്മൾ പിന്നെ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ എത്തി നമ്മള് കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പത്തിനും ഉമ്മമ്മ ജ്യൂസ് തന്നിരുന്നു. അത് അപ്പത്തെ പെട്ടെന്ന് നമ്മൾ കേറിപ്പോയതിന്റെ ഒരു ആവേശത്തിൽ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ മറക്കും ചെയ്തു. പിന്നെ നമ്മളങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പത്തിനും ഉമ്മമ്മ നമ്മൾ വരുന്ന പ്രമാണിച്ച് പത്തിരിയും നല്ല അടിപൊളി ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. നമ്മൾ വയറ് നിറച്ച് കഴിച്ചു. വയറ് നിറച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമ്മ കഴിപ്പിക്കും. അതുകൊണ്ട് നമ്മളായിട്ട് അങ്ങോട്ട് വയറ് നിറച്ച് അങ്ങോട്ട് കഴിക്കുക. അങ്ങനെ കഴിച്ച് കഴിയുമ്പത്തേനും ഉമ്മമ്മ അടുത്ത സാധനം കൊണ്ടുവന്നു. നല്ല അടിപൊളി സേമിയ പായസം. ഉമ്മമ്മ എപ്പോഴും നമ്മള് വീട്ടിൽ പോകുമ്പോൾ ഉമ്മമ്മ സേമിയ പായസം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പത്തേനും പിന്നെ അടുത്ത സാധനം കൊണ്ടുവന്നു. ഉമ്മ ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടായിരുന്നു. ബൂസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ബൂസ്റ്റൊക്കെ കുടിച്ച് അവിടെ അവരുടെ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ അമ്മായിന്റെ വീടുണ്ടായിരുന്നു. അവിടെ പോയി. അവിടെ പോയപ്പോ അവര് സർബത്ത് തന്നു. ഓൾറെഡി വയറ് ദമ്മായിട്ടിരിക്കുകയാണേ ഫുഡ് കഴിച്ചിട്ട്. പിന്നെ അതും അങ്ങോട്ട് കുടിച്ചു. തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കുടിക്കും. ചൂടല്ലേ. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിൽ ഇറങ്ങി. വീട്ടിൽ പോണ വഴിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് പിന്നെ നാളെ ജിമ്മിൽ പോകുമ്പോൾ കഴിക്കാനുള്ള റോബസ്റ്റ് ഇല്ലായിരുന്നു. അതും മേടിച്ച് വീട്ടിലേക്ക് വന്നു. അത്രടാ പോയിട്ട് വരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.